ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഏറ്റവും ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ. വിമർശനങ്ങൾ ഏറെ കേൾക്കേണ്ടി വന്നെങ്കിലും മറ്റു പല മത്സരാർത്ഥികളെക്കാളും മികച്ച രീതിയിലുള്ള പ്രകടനം ജാസ്മിൻ കാഴ്ചവെക്കുന്നു. പലരും ഗെയിമിനെ ഗെയിമായി കാണുന്നില്ലെന്നതുകൊണ്ടാണ് ജാസ്മിനെ പലരും വിമർശിക്കുന്നതെന്നാണ് താരത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. വൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ജാസ്മിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നവരുടെ ഉള്ളിലിരിപ്പ് വെറും അസൂയ മാത്രമാണെന്നും ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നു. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ജാസ്മിനെ ഒരുപാട് ഇഷ്ടമാണ്, ജാസ്മിന് വേണ്ടി സപ്പോർട്ടും ചെയ്യുന്നു. കാരണം ഞാൻ മനസ്സിലാക്കി ജാസ്മിൻ ജെനുവിനാണ്, ഒന്നും ഒളിച്ചു വെച്ച് സംസാരിക്കാറില്ല. പലരും ഗെയിമിനെ ഗെയിമായി കാണുന്നില്ല. മലയാളികൾക്കുള്ള പ്രശ്നം ഒരാളുടെ വളർച്ചയിൽ വലിയ അസൂയയാണ്. പരദൂഷണം, ഏഷണി, കുശുമ്പ് എന്തെങ്കിലും പറഞ്ഞ് ഒരാളുടെ വളർച്ച തടസ്സപ്പെടുത്തുക, അവനെ ഉയരത്തിൽ നിന്ന് തള്ളി താഴെയിടുക. ബിഗ് ബോസിൽ ജാസ്മിനെ ട്രോൾ ചെയ്യുന്ന കാരണം എന്താണ്? ഹൈജീൻ. അത് ശരി തന്നെ, ഞാൻ സമ്മതിച്ചു. ചായയുടെ കേസാണെങ്കിൽ ജിൻഡോ കുടിക്കുന്ന വെള്ളം ബാത്റൂമിൽ കൊണ്ടുപോയി അത് ചിന്നു തന്നെ കുടിക്കുന്നു. അങ്ങനെ കരുതിയാലും മതി. ജാസ്മിൻ തുമ്മിയ ചായ ജാസ്മിൻ തന്നെ കുടിക്കുന്നു. ജാസ്മിൻ്റെ കാലിലെ നഖം ജാസ്മിൻ തന്നെ കടിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ആരാണ്? എവിടെയോ ഇരുന്ന് TV കാണുന്ന മധ്യവയസ്കർ. ബാത്റൂമിൽ ചെരുപ്പിടാതെ കയറി ആ കാലുകൊണ്ട് സോഫയിൽ ഇരിക്കുന്നു. അത് ഗബ്രിയും നോറയും അങ്ങനെ തന്നെ. ഒരാൾ ഒരു തവണ കള്ളനായാൽ എല്ലാ കുറ്റവും അയാളുടെ തലയിലാവും എന്നത് പറഞ്ഞതുപോലെ ഹൈജീൻ്റെ വിഷയം ജാസ്മിൻ്റെ തലയിലാണ്. എന്നാൽ ഇതുകൊണ്ട് ജാസ്മിൻ ഒരു നല്ല മത്സരാർത്ഥിയല്ലാതെയാവുമോ? ഒരിക്കലുമില്ല. ഈ കാരണങ്ങൾ പറഞ്ഞ് ജാസ്മിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? വെറും അസൂയ തന്നെ. കാരണം ഗൾഫിൽ പോയി 10 വർഷം പണിയെടുക്കുന്നവർക്ക് ഈ ബിഗ് ബോസിൽ വന്ന് അവൾ സമ്പാദിക്കുന്ന തുക കിട്ടത്തില്ല, അതും 23-ാം വയസ്സിൽ. പ്രബുദ്ധ മലയാളികൾക്ക് അസൂയപ്പെടാൻ ഇതിനേക്കാൾ വലിയ കാരണം എന്തെങ്കിലും വേണോ? ഒരു വീട്ടമ്മയുടെ കമൻ്റാണ് പ്രശസ്തം: ഞാൻ ഒരിക്കലും ജാസ്മിന് വോട്ട് ചെയ്തില്ല, എൻ്റെയും എൻ്റെ കുടുംബത്തെയും വോട്ട് ജിൻഡോക്കാണ്. ജാസ്മിന് വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം അവൾക്ക് 3 കാമുകന്മാർ ഉണ്ടായിരുന്നു. എല്ലാവരെയും തേച്ചിട്ട് ബിഗ് ബോസിൽ വന്ന ഗബ്രിയുമായി ഇഷ്ടത്തിലായി. അവർക്കും 2 പെൺമക്കളുണ്ട്. അവർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതുപോലെ ഒരു സ്വഭാവമുള്ള സ്ത്രീയെ അവർ കണ്ടു പഠിക്കരുത്. പറയുന്നത് കേട്ടാൽ തോന്നും അവരുടെ മക്കൾ പുരുഷന്മാരില്ലാത്ത രാജ്യത്തെ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. ഇവിടെയുള്ള എല്ലാ പ്രമുഖന്മാരും ചുരുങ്ങിയത് 3-4 ലൈൻ പൊട്ടിയുള്ളവരാണ്, കമൻ്റ് ഇടുന്നവർ അടക്കം. അതുകൊണ്ട് ജാസ്മിനെ മാത്രം അത് പറഞ്ഞ് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6-ലെ ഏറ്റവും വലിയ മത്സരാർത്ഥികളിൽ ഒന്നാണ് ജാസ്മിൻ. നെഗറ്റീവ് ട്രോളുകൾ പലതും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും ബിഗ് ബോസിൽ പോകുന്നത്. ബിഗ് ബോസിൽ പോയിട്ട് നല്ല പേര് മാത്രം ലഭിച്ച ഏതെങ്കിലും മത്സരാർത്ഥി ഉണ്ടോ? സർവൈവ് ചെയ്യണം. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും അധികം ശമ്പളം കൊടുത്ത് പങ്കെടുക്കുന്നത്. മത്സരത്തെ മത്സരമായി മാത്രം കാണാൻ ശ്രമിക്കൂ. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.